എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നാളെ ബിരിയാണി വാങ്ങിത്തരാൻ പറ്റും, ഇന്നാണെങ്കിൽ ചോറേ കഴിക്കാൻ പറ്റൂ, അതുകൊണ്ട് മകള് പട്ടിണി കിടക്കണം എന്ന് അച്ഛനും അമ്മയും ഒരു മകളോട് പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച കേൾക്കുമ്പോൾ തോന്നിയത്. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയല്ല. നാളെ ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്ന് നടത്തുന്ന ഉറപ്പില്ലാത്ത സെൻസസ് എത്ര സമയം എടുക്കും നടപ്പിലാക്കി തീർക്കാൻ എന്ന് അറിയാത്ത ഒരു ഡീലിമിറ്റേഷൻ, ഇത് രണ്ടും കഴിഞ്ഞിട്ട് നിനക്കുള്ള ബിരിയാണി ഞങ്ങൾ തരാം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഇത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ? ഇവിടെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറയണ്ടായിരുന്നു, ഇപ്പൊ ഫിനാൻഷ്യൽ മെമ്മറാൻഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം, നമുക്ക് എന്തിനാണ് ഒരു ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഫസ്റ്റ്, അത്രയ്ക്ക് പൊളിറ്റിക്കലി ഇച്ഛാശക്തിയുണ്ട്, സ്ത്രീകളോട് നാരീശക്തിയോട് അത്രയും സ്നേഹമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് രണ്ടാം മോദി സർക്കാർ വന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുക്കാമായിരുന്നു. ഇപ്പോ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയിട്ട് അവിടെ നാരീശക്തി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഓക്കെ, നല്ലത് തന്നെയാണ്, അതിനെയും ഞങ്ങൾ തെറ്റ് പറയുന്നില്ല. പക്ഷെ അപ്പോഴും അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞേ ഇതിന്റെ ഒരു പൂർണ്ണ ഇംപ്ലിമെന്റേഷൻ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളടക്കമുള്ള സ്ത്രീകളുടെ ഉള്ളിലേക്ക് സംശയത്തിന്റെ വിത്ത് എറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു തന്ത്രം ഈ സർക്കാർ പ്രയോഗിക്കുന്നത് എന്നുള്ളത് എനിക്ക് ചോദിക്കാനുണ്ട്. കാവടി തുള്ളിയാണല്ലോ പോണത്, എന്താകും മുരുക. അങ്ങനെ വരികയാണെങ്കിൽ 2010 എന്തായിരുന്നു സാഹചര്യം, ആ സാഹചര്യം ഇപ്പോഴും ശ്രീമതി വീണ നായർ, അപ്പോൾ 2010 എന്തായിരുന്നു സാഹചര്യം, ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇക്കാര്യത്തിൽ ആഗ്രഹമില്ല വനിതാ സംവരണം ഇവിടെ നടപ്പാക്കണം എന്ന്. അത് 2010 പോലെ തന്നെ 2023 പ്രകടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അല്ല, ഒരിക്കലുമല്ല. 2009 നിങ്ങൾക്കറിയാം, UPA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി ഉള്ള ഗവൺമെന്റ് ആയിരുന്നില്ല. എന്നിട്ട് കോലീഷൻ ഗവൺമെന്റ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അബ്സല്യൂട്ട് മെജോറിറ്റി നൽകി കോൺഗ്രസിനെ രാജ്യത്തെ ജനങ്ങൾ അന്ന് അവിടെ പിടിച്ചിരുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ബില്ല് 10-15 വർഷം മുമ്പേ പാസ്സാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തക കൂടി എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു റിസർവേഷനും ഇല്ലാതെ നിയമസഭയിലേക്ക് അടക്കം മത്സരിക്കാൻ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അവസരം നൽകിയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ, ആദ്യ സ്പീക്കറിനെ, ആദ്യ മുഖ്യമന്ത്രിയെ, ആദ്യ ലോക്സഭാ സ്പീക്കറിനെ, ഏത് പദവികൾ നിങ്ങൾ എടുത്തു നോക്കൂ, ആദ്യ ഇന്ത്യൻ പ്രസിഡന്റിനെ, വനിതയെ, എല്ലാം ഈ ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്തിന് 33% സംവരണം ഈ രാജ്യത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസില് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ മധുരം കൊണ്ടെത്തിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. മെജോറിറ്റി ഇല്ലായിരുന്നു, പക്ഷെ പാസ്സാക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അതിനുള്ള ശ്രമം നടന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അന്ന് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് വിഭിന്ന അഭിപ്രായങ്ങളായിട്ട് നിന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വന്ന് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ 100% എന്നോ കോൺഗ്രസ് ഇത് നടപ്പിലാക്കിയേനെ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ കോൺഗ്രസ് ഈ കഴിഞ്ഞ 10-70 വർഷം കോൺഗ്രസ് നടത്തിയിട്ടുള്ള വിമൻ എംപവർമെന്റ് സ്റ്റെപ്സ്, നിങ്ങൾ മൺറേഗ എടുക്കൂ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ, തൊഴിൽ രഹിതരായിട്ടുള്ള സ്ത്രീകളുടെ കൈകളിലേക്ക് പൈസ എത്തിച്ച പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? അപ്പോൾ കോൺഗ്രസിന്റെ വിമൻ എംപവർമെന്റ് സ്റ്റെപ്സിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംശയിക്കുന്നത്? ഈ ലോക്സഭയിലേക്കും അതുപോലെ നിയമസഭയിലേക്കും സ്ത്രീകളെ കൊണ്ടെത്തിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോലീഷനായിരുന്ന UPAക്ക് അന്ന് നിർഭാഗ്യവശാൽ സാധിച്ചിരുന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 10 വർഷം 15 വർഷം മുമ്പ് തന്നെ അത്തരത്തിൽ ഒരു സ്ത്രീ തുല്യതയുടെ പുതിയ വാതായനങ്ങളുടെ വലിയൊരു ചരിത്രം കൂടി കോൺഗ്രസ് എഴുതി ചേർക്കും. പണിക്കർ, വീണ പറഞ്ഞ ആ വാദത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീജിത്ത് പണിക്കർ, അന്ന് ആബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ പാസ്സാക്കി എടുത്തേനെ കോൺഗ്രസ് എന്ന്.
അല്ല നോക്കൂ, ഇത് ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മെജോറിറ്റി ഉണ്ടെങ്കിൽ, അങ്ങനെ അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിയമം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഒരൊറ്റ നിയമവും പാസ്സാകരുത് അല്ലേ? കാരണം ഏതൊരു നിയമം ഉണ്ടെങ്കിലും ആ നിയമം രാജ്യസഭയിലും പാസ്സാകണം, ലോക്സഭയിലും പാസ്സാകണം. രാജ്യസഭ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ടേമിലേക്കല്ല ആൾക്കാർ വരുന്നത്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് അവിടെ എത്ര മെജോറിറ്റി ഉണ്ട് എന്നതൊക്കെ തന്നെ വളരെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ ഭൂരിപക്ഷം, തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതിനെയൊക്കെ ബാധിച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ ലോക്സഭ. ഒരു സർക്കാർ നിലനിൽക്കുന്നത് അത് ഒറ്റയ്ക്കുള്ള മെജോറിറ്റിയിലാണെങ്കിലും അതല്ല അതൊരു കൂട്ടുമുന്നണിയായിട്ടാണെങ്കിലും ഏതൊരു സർക്കാരും നിലനിൽക്കുന്നത് ലോക്സഭയിലുള്ള മെജോറിറ്റിയുടെ പേരിലാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. അപ്പോൾ വളരെ അംബീഷ്യസ് ആയിട്ട് ഒരു പദ്ധതി കൊണ്ടുവരികയും ഇവിടെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയുകയും ചെയ്ത് ബുദ്ധിമുട്ടായിട്ടുള്ള. ശരി, ശ്രീമതി വീണ നായർ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, എന്താണ്? ഞാൻ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു പോയിന്റ്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകളുടെ കടന്നുവരവിനെ കുറിച്ചാണല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം മാത്രം. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ത്രീകളുടെ കടന്നുവരവിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ചർച്ച തന്നെ നടത്തുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ കമ്മിറ്റി, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ 39 അംഗങ്ങളിൽ 6 വനിതകളുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര വനിതകളാണുള്ളത്? 17 പേരിൽ വെറും 2 വനിതകൾ മാത്രമാണുള്ളത്. BJP-യുടെ പാർലമെന്ററി ബോർഡിൽ എത്ര വനിതകളാണുള്ളത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിനൊപ്പം നിങ്ങൾ എന്താണ് കോൺഗ്രസിന്റെ സ്ത്രീയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു വരവിനെ കുറിച്ചുള്ള കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന അവരുടെ ഒരു തിയറിയും ഫിലോസഫിയും എന്താണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തൂ. കാരണം CWC-യിൽ 6 വനിതകളുമായിരിക്കുന്ന കോൺഗ്രസിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. മറ്റു പാർട്ടികളിൽ 1ഉം 2ഉം മാത്രമായി നിൽക്കുന്ന സമയത്താണ്. ഇത് ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല പറഞ്ഞത്. കാരണം നമ്മളുടെ ചർച്ച എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിയിലുള്ള വിമൻ റെപ്രസെന്റേഷൻ ആണ്. മറ്റുള്ളതെന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ് പാർട്ടിയിലുള്ള കണക്കല്ല. വീണ ഞാൻ സംസാരിക്കട്ടെ. ഈ ചർച്ചയിൽ പോലും വനിതാ പ്രാതിനിധ്യമാണ് കൂടുതലുള്ളത്. അവതാരകനെ മാറ്റി നിർത്താം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്കും കൂടി ഒരു 33% തരണം. അപ്പോൾ ഞാൻ പറയുന്നത്, നോക്കൂ, ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഭരിച്ചിരിക്കുന്ന സർക്കാരുകളിൽ എത്ര വനിതാ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP-ക്ക് എത്ര വനിതാ മന്ത്രിമാരുണ്ട്, എത്ര വനിതാ MP-മാരുണ്ട്, കോൺഗ്രസിന് എത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കണം കമ്പാരിസൺ നടക്കേണ്ടത്. പാർട്ടി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പല തീരുമാനങ്ങളെയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. ഇനി 2, BJP ഇപ്പോൾ സ്ത്രീകളോടുള്ള ഒരു താല്പര്യത്തോടു കൂടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എങ്കിൽ അത് വെറുതെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യമാണ്. ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ മറ്റേ ആടിനെ ഇല കാണിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീമതി വീണയോട് ചോദിക്കാനുള്ളത്, അപ്പോൾ കോൺഗ്രസിന് സ്ത്രീകളുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കൂട്ടുമുന്നണിയാണ്, ഇത് പാസ്സാവുകയില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ആരെ കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2010-ൽ 2008-ൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന നിയമം 2010-ൽ രാജ്യസഭയിൽ കൊണ്ടുവന്നത്? അത് ഉത്തരം പറ. നിങ്ങൾക്ക് മജോറിറ്റി ഉള്ള ലോക്സഭയിൽ ഈ നിയമം പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പോലും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വോട്ടിനിട്ടോ? ചുരുങ്ങിയത് വോട്ടിനിട്ടതിന് ശേഷം ഞങ്ങൾക്ക് മെജോറിറ്റി ഇല്ലായിരുന്നു, ഞങ്ങളുടെ സഖ്യകക്ഷികൾ പോലും എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി എന്നാണ് ശ്രീമതി വീണ പറഞ്ഞിരുന്നത് എങ്കിൽ ആ പറയുന്ന വാദത്തിൽ കഴമ്പുണ്ടായിരുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ മെജോറിറ്റിയിലുള്ള നിങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ നിയമത്തിനോട് എതിർപ്പുണ്ടായിരുന്നോ, ഏതെങ്കിലും കാര്യത്തിൽ എതിർപ്പ് അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ചുരുങ്ങിയത് അവിടെ പ്രസന്റ് ചെയ്യണം. അത് പ്രസന്റ് ചെയ്തില്ല. അത് അവിടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ലാപ്സായി പോവുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളത് വോട്ടിനിടാതെ തന്നെ നിങ്ങൾക്ക് ആ ഇന്റന്റ് പോലും നിങ്ങൾ പ്രകടിപ്പിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞത്, ബിരിയാണി നമ്മൾ അന്ന് തരും എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞത് രാജ്യസഭയിൽ നിങ്ങൾ ബിരിയാണി വിളമ്പി. രാജ്യസഭയിൽ നിങ്ങൾ ബിരിയാണി വിളമ്പിയതിനു ശേഷം ലോക്സഭയിൽ കുറെ അധികം ആൾക്കാർ വിശന്നിരിക്കുന്ന സമയത്ത് ബിരിയാണി ചെമ്പ് അവിടെ കൊണ്ടുവച്ചു. അത് തുറന്നു കാണിച്ചു, ദാ ഇവിടെ ബിരിയാണി ഇരിക്കുന്നുവെന്ന്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവിടെ ആ 2, 3, 4 കൊല്ലം ബാക്കി ഉണ്ടായിരുന്ന സമയം മുഴുവൻ പട്ടിണി കിടന്നു വീണ. ആ ബിരിയാണി നിങ്ങൾ വിളമ്പിയില്ല. ആ ബിരിയാണി സ്റ്റെയിലായിട്ട് പോയത്, ലാപ്സായി പോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ വെറുതെ ന്യായം പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.